അടുത്തതായി നടക്കുന്ന പ്രധാന ചടങ്ങ് തോറ്റംപാട്ടാണോ? ഇപ്പോഴും ക്ഷേത്രത്തിനുള്ളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായും ഇപ്പോഴും ക്ഷേത്രത്തിനുള്ളിലേക്ക് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ദർശനം നടത്താനായി നിരവധി ആളുകളാണ് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് പുറത്ത് വലിയ രീതിയിലുള്ള നീണ്ട ഒരു ക്യൂ തന്നെയാണ് കാണാൻ കഴിയുക. മണിക്കൂറുകളോളമായി ഇവർ ക്യൂവിൽ കാത്തു നിൽക്കുന്നവരാണ്. എന്നാൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ പ്രശ്നമുണ്ട്. അതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തിരക്കുണ്ട്. ഇതിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി അവരെ നിയന്ത്രിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ആദ്യം കുറച്ചുപേർ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്ന് ദർശനം നടത്തിയതിനു ശേഷം അവർ മടങ്ങി ഇറങ്ങുന്ന ആ ഒരു സമയത്തിനുള്ളിലാണ് വീണ്ടും മറ്റു ചിലരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടത്തിവിടുക. ഏതാണ്ട് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരാണ് പലരും. എന്നാൽ വയസ്സായവർക്കും പിന്നെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ പ്രത്യേകം ദർശനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഓരോ ഭക്തനും കാത്തിരിക്കുന്നത് ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി തന്നെയാണ്. 10-15 പണ്ടാരയടുപ്പിൽ തിരി തെളിയിക്കുന്ന ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി തന്നെയാണ് ഓരോരുത്തരും കാത്തിരിക്കുന്നത്. അതിന് മുൻപ് ദേവിയെ കണ്ട് മടങ്ങി തിരിച്ച് അവരവരുടെ പൊങ്കാല അടുപ്പുകളുടെ അടുത്തേക്ക് പോകുന്നതിനുള്ള തിരക്ക് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയാണ്. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. രാവിലെ 10:15 പണ്ടാരടുപ്പിൽ തീ പകരും. ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് നിന്നും ധന്യാവശ്യം തുടരുന്നുണ്ട്. ധന്യ, എന്തായാലും പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോളോടെയുള്ള പൊങ്കാലയാണ്. ഹരിത പൊങ്കാല 4ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഗ്രീൻ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെയാണ്? രഞ്ജിനി പറഞ്ഞതുപോലെ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് ഇത്തവണയും പൊങ്കാല. നമുക്കറിയാം, പോയ വർഷങ്ങളിലെല്ലാം ഓരോ സ്റ്റെപ്പായിട്ട് കയറി വരികയാണ് നഗരസഭയുടെ ഓരോരോ പരിഷ്കരണങ്ങൾ. കാരണം ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് എന്ന് പറയുമ്പോൾ യാതൊരു രീതിയിലുള്ള പ്ലാസ്റ്റിക്കോ ഇല്ലെങ്കിൽ മറ്റ് ഭൂമിക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല എന്ന രീതിയിൽ ഉറപ്പിച്ചു തന്നെയാണ് ഭക്തരും എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുക. കാരണം വീട്ടിലുള്ള പാത്രങ്ങളും അതുപോലെ ഇലകളിലും മറ്റുമായാണ് അവർ സാധനങ്ങൾ എല്ലാം കൊണ്ടുവരുന്നത്. അത് നമുക്ക് കാഴ്ചകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം താലപ്പൊലിയുടേതാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന അവർക്ക് സൗഭാഗ്യത്തിനും മറ്റുമായി നടത്തുന്ന താലപ്പൊലിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീണ്ട ക്യൂ ആണ്. രാവിലെ മുതൽ പുലർച്ചെ മുതൽ വലിയ ക്യൂ ആണ് ഈ ക്ഷേത്ര പരിസരത്ത്. ഒരു ഭാഗത്ത് ദർശനത്തിനായുള്ള ആളുകളുടെ തിരക്ക്, മറുഭാഗത്ത് ഈ 10 വയസ്സിൽ താഴെയുള്ള ചെറിയ കുട്ടികളുടെ ദർശനത്തിനായി അവർ പുതിയ ഉടുപ്പും അവരുടെ തലയിൽ കിരീടവും ഒക്കെ ചൂടിയാണ് ഈ ഒരു ആചാരം നടത്തുന്നത്. അവരുടെ ഏറ്റവും നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ചടങ്ങ് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വലിയ തിരക്കാണ്. പ്രത്യേകിച്ച് ക്ഷേത്രത്തിന്റെ പരിസരത്തെല്ലാം തന്നെ പൊങ്കാല അടുപ്പുകളും സജ്ജീകരിച്ചു കഴിഞ്ഞു. ക്ഷേത്ര പരിസരത്ത് പൊങ്കാല ഇടുക എന്നത് വലിയ പുണ്യമായി കാണുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്ക് ഇവിടെ താലപ്പൊലിക്ക് വേണ്ടി എത്തിയിരിക്കുന്ന കുട്ടികളോട് തന്നെ ചോദിക്കാം. മോള് രാവിലെ എത്തിയ എപ്പോഴാ വന്നത്? 5 മണിക്ക്. 5 മണിക്കോ? ഇത് എന്താണ് താലപ്പൊലിക്ക് എന്തിനാണ് പങ്കെടുക്കുന്നത്? എന്താണ് ഇതിന്റെ ഒരു ഐതിഹ്യം? നല്ലത് വരാൻ വേണ്ടിയാണ്. കുട്ടികൾക്ക് നല്ലത് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടോ? അത് ഞാൻ ആദ്യമായിട്ട്, അതായത് കുട്ടികൾക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. വലിയ തിരക്ക് തന്നെയാണ് താലപ്പൊലിക്ക് അനുഭവപ്പെടുന്നത്. കൂടാതെ ദർശനം നടത്തുന്നതിന് വേണ്ടിയും നിരവധി ഭക്തരാണ് പുലർച്ചെ മുതൽ ക്ഷേത്രത്തിന്റെ ചുറ്റും വലിയ നിരകളിലായി നിന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഓരോ കുറച്ച് കൂട്ടങ്ങളായി തന്നെയാണ് പോലീസ് ഇവരെ അകത്തേക്ക് കടത്തുന്നത്. ഏതാണ്ട് 2000-ഓളം വനിതാ പോലീസുകാർ ഇവരെ നിയന്ത്രിക്കുന്നതിന് മാത്രമായി ഈ ക്ഷേത്ര പരിസരത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ക്ഷേത്രത്തിന് മുൻവശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ക്ഷേത്രത്തിന് മുൻവശത്ത് ഇവിടെ അടുപ്പ് വെച്ചിരിക്കുന്ന ആളുകളെല്ലാം തന്നെ അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ചേച്ചി, എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞോ? കഴിഞ്ഞു, എല്ലാം ഒരുക്കി വെച്ചു. എപ്പോഴാ വന്നത് ഇവിടെ? ഇന്നലെ രാവിലെ. ഇന്നലെ രാവിലെ? എവിടുന്നാണ് വരുന്നത്? അഷ്ടമുടിന്ന്. അഷ്ടമുടി, തൃക്കരുവ. അമ്പലമുറ്റത്ത് തന്നെ ഇടണം എന്ന് വിചാരിച്ചാണോ വന്നത്? വർഷങ്ങളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര വർഷമായി? ഞാനിപ്പോ 4 വർഷം കൊണ്ട് ഈ ക്ഷേത്രമുറ്റത്ത് തന്നെ ഇടണമെന്ന് എനിക്ക് നിർബന്ധം. എനിക്ക് എന്റെ ഒരു വിശ്വാസം, അമ്പലത്തിന്റെ മുറ്റത്ത് തന്നെ പൊങ്കാല ഇട്ടാൽ എനിക്ക് ഭാഗ്യങ്ങളൊക്കെ വരുമെന്നൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും എന്റെ ഒരുപാട് ദുഃഖത്തിൽ നിന്ന് ഞാൻ ഒരുപാട് മാറി.
തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന അമ്മയിൽ ഒരുപാട് വിശ്വസിക്കുന്നു. ഇത് തന്നെയാണ് എല്ലാവരും വിശ്വാസത്തിന്റെ ആ ഒരു ചിത്രം നമുക്ക് അവരുടെ കണ്ണുകളിൽ നിന്നും വാക്കുകളിൽ നിന്നും അത് മനസ്സിലാക്കാവുന്നതാണ് രഞ്ജിനി. കാരണം എത്രത്തോളമാണ് അവർ ക്ഷേത്രമുറ്റത്ത് പൊങ്കാല ഇടുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന ആശ്വാസം എന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. എല്ലാ പണ്ടാര അടുപ്പുകളും റെഡിയായി കഴിഞ്ഞു. 10:15 തന്നെ പണ്ടാര അടുപ്പിൽ തീരി കൊളുത്തുന്നതോടെ ഈ വർഷത്തെ ഭക്തരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് അവസാനമാവുകയാണ്. നിരവധി ഭക്തരാണ് സാധാരണ ഉണ്ടാവുന്നതിനേക്കാൾ അധികം ഭക്തരാണ് ഇത്തവണ ഈ വർഷം എത്തിയത് എന്നാണ് നമുക്ക് കണക്കുകൾ അനുസരിച്ച് ക്ഷേത്ര ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപാട് ഭക്തർ ഇത്തവണ എത്തി എന്ന് പറയുന്നു. അത് നമുക്ക് ക്ഷേത്ര പരിസരങ്ങളിലും കാണാവുന്നതാണ്. ഏതാണ്ട് ദർശനം പൂർത്തിയാക്കുന്ന സമയത്തോട് അടുക്കുമ്പോൾ പോലും ക്ഷേത്രത്തിൽ ഇപ്പോഴും ദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതായത് പെട്ടെന്ന് വലിയ സ്പീഡിൽ തന്നെ ആളുകൾ പോയി കയറി തൊഴുതു തിരിച്ചിറങ്ങേണ്ട അവസ്ഥയിലാണ് എന്നും പോലീസുകാർ നേരത്തെ ഉണ്ടായിരുന്നു. സുരക്ഷയാണ് മറ്റൊരു കാര്യം. വലിയ സുരക്ഷയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കാരണം സാധാരണ വിന്യസിക്കുന്നതിലും അധികം പോലീസുകാരെ വിന്യസിച്ചുകൊണ്ടാണ് ക്ഷേത്ര പരിസരത്ത് പോലും. സിറ്റിയിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. തിരുവനന്തപുരം സിറ്റി മുഴുവനായി വിന്യസിച്ചിരിക്കുന്ന പോലീസുകാരുടെ അത്രയും തന്നെ ആളുകളെ ക്ഷേത്ര പരിസരത്ത്, പ്രത്യേകിച്ച് വനിതാ പോലീസുകാരെ, 2000-ലധികം വനിതാ പോലീസുകാരെയാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. അത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ധനിയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. ഉമേഷ്, എന്തായാലും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് പൊങ്കാലയ്ക്കായി തലസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവർക്ക് മടങ്ങിപ്പോകാനുള്ള ഗതാഗത സംവിധാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും KSRTC പുതിയ സർവീസുകൾ ഏതെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഉമേഷിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് ആതിര തുടരുന്നുണ്ട്. ആതിര, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? രഞ്ജിനി, ഒരാഴ്ച നീണ്ടുനിന്ന പൊങ്കാല ഉത്സവത്തിന് ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. തീർച്ചയായിട്ടും പൊങ്കാല അർപ്പിച്ച് സായുജ്യമടയാൻ അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ആറ്റുകാൽ ക്ഷേത്ര പരിസരം മാത്രമല്ല, അനന്തപുരി ആകെ ഭക്തി ലഹരിയിലാണ്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് കിഴക്കേക്കോട്ടയ്ക്ക് സമീപം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. 10:15 കൂടിയാണ് പണ്ടാരയടുപ്പിൽ തീ പകരുക. അതുവരെ ഭക്തലക്ഷങ്ങളുടെ പ്രവാഹം, നിരവധിയായിട്ടുള്ള ഭക്തർ ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് പോലീസുകാർ ഉൾപ്പെടെ വിലയിരുത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തരുടെ സുരക്ഷ മറ്റുമായി വിവിധ സർക്കാർ വകുപ്പുകൾ ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ട്. 3700 പോലീസുകാരെ അണിനിരത്തി പഴുതടച്ച സുരക്ഷയാണ് സിറ്റി പോലീസ് ഒരുക്കിയിരിക്കുന്നത്. 1000 ജനമൈത്രി വളണ്ടിയർമാർ ഇവിടെ സജ്ജമായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും അടക്കം CI അടക്കമുള്ള സംഘം ഡ്യൂട്ടിക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര പരിസരവും മറ്റും പോലീസുകാരാൽ സുരക്ഷ ഏർപ്പെടുത്തി സജ്ജമായിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ചേച്ചിമാരോട് തന്നെ നമുക്ക് അഭിപ്രായം ചോദിക്കാം. എങ്ങനെയാണ് ഈ ഒരു നിമിഷം അവർ കാണുന്നത്? ചേച്ചി, രഞ്ജിനി, ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് കിഴക്കേക്കോട്ടയ്ക്ക് സമീപം പത്മനാഭ സ്വാമി ക്ഷേത്ര പരിസരത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വനിതാ പോലീസുകാരെ അടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച വനിതാ പോലീസുകാരെ അടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ച് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർന്നതിന് വേണ്ടിയിട്ട് തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആ ദൃശ്യങ്ങൾ വിലയിരുത്തുന്നതിനും കൃത്യമായി
അനുകൂലമായ സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് സർക്കാർ പോലീസ് ഈ ആറ്റുകാൽ പൊങ്കാലയെ സ്വീകരിച്ചിരിക്കുന്നത്. വലിയ ഭക്തജന പ്രവാഹം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിവേദ്യം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ ഭക്തജനങ്ങൾ. തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെയാണ് ഈ പൊങ്കാലയെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. ഉമേഷ്, എന്തായാലും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെയാണ്? പൊങ്കാല കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നവർക്ക് മറ്റ് കൂടുതൽ KSRTC സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് എങ്ങനെയാണ്? ഇന്ന് പ്രത്യേക സർവീസുകൾ മാത്രം 300 KSRTC ബസ്സുകളാണ് പ്രത്യേക സർവീസായി മാത്രം അനുവദിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിവരെ സർവീസുകൾ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം പൊങ്കാല നിവേദ്യത്തിന് ശേഷം ഏകദേശം 2:30 വീണ്ടും സർവീസുകൾ ആരംഭിക്കും. അതുവരെ ഈ ബസ്സുകൾ കിഴക്കേക്കോട്ടയ്ക്ക് സമീപത്തും തമ്പാനൂർ സമീപത്തും വെള്ളയമ്പലം ഭാഗങ്ങളിലുമായിരിക്കും ഈ ബസ്സുകൾ ഒതുക്കിയിടുക. മറ്റ് ഗതാഗത നിയന്ത്രണങ്ങളുമുണ്ട്. ഈ പൊങ്കാല ഇടുന്ന ഭാഗങ്ങളിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ 10 മണിക്ക് ശേഷം പാസുള്ള വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുകയുള്ളൂ. മറ്റു വാഹനങ്ങൾ കടത്തിവിടുകയില്ല. കൂടാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആംബുലൻസ് അടക്കം പോകുന്നതിന് പ്രത്യേക വഴി സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ എംപാനൽ ജീവനക്കാരുടെ സമരപ്പന്തൽ ഉണ്ടായിരുന്ന സ്ഥലത്താണ്. അവിടെ ഇപ്പോൾ എംപാനൽ ജീവനക്കാരുടെ തന്നെ വനിതാ ജീവനക്കാർ അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പൊങ്കാല അർപ്പിക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നതെല്ലാം. എല്ലാവരും ഈ ഒരു പ്രതിഷേധമായിട്ട് തന്നെയാണ് ഈ പൊങ്കാല അർപ്പിക്കുന്നത്. പ്രതിഷേധമായിട്ടെന്ന് പറഞ്ഞാൽ അല്ല. അമ്മയെങ്കിലും ഇനിയും കരഞ്ഞോട്ടെ, സർക്കാരോ കനിയുന്നില്ല. അമ്മ ഇനി അവരെ കൂടെ കനിയിപ്പിക്കുമെങ്കിലും ചെയ്തോട്ടെ. അതാണ് ഞങ്ങളുടെ ഒരു ഇതാക്കുന്നത്. എത്ര പേരുണ്ട് നിങ്ങളുടെ പൊങ്കാല? ഞങ്ങൾ 40ഓളം പൊങ്കാലയുണ്ട്. 40 പൊങ്കാല ഇതൊരു 40 കുടുംബക്കാരുടെയും പൊങ്കാലയുണ്ട്. ഇത്രയും ദിവസം 1 മാസത്തോളം ഇവിടെ ഉണ്ട്. ഈ ഒരു പൊങ്കാല ഇടാനുള്ള ഭാഗ്യം ലഭിച്ചത് കൂടി ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഭാഗ്യമാണെന്ന് ചോദിച്ചാൽ ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. പക്ഷെങ്കിൽ അത് സങ്കടത്തിൻ്റെതായിട്ടൊരു പൊങ്കാലയാണ്, കണ്ണുനീരിൻ്റെ പൊങ്കാലയാണ് ഞങ്ങളുടെ. തീർച്ചയായും വ്യക്തമാണ്. കൂടുതൽ ആളുകളുണ്ട്. പൊങ്കാലയുടെ ഇതിന്റെ ഇൻഡിപെൻഡന്റ് കണ്ടക്ടറാണോ അതോ കണ്ടക്ടറാണ്? ഈ ഒരു പ്രതിഷേധ പൊങ്കാലയുടെ ഭാഗമാകുന്നത് 1 മാസം കൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു വീട് പോലെയായി. കാരണം ഞങ്ങളെ ഒരു സങ്കടത്തിൻ്റെ ഒരു കുടുംബം പോലെയായി ഇവിടെ. അപ്പോൾ ഈ പൊങ്കാലയോടുകൂടി ഞങ്ങളെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അമ്മ സഹായിക്കും, അമ്മ കടാക്ഷിക്കും. ആരും മനസ്സ് അലിയണില്ല. സർക്കാരിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ ആറ്റുകാലമ്മയിൽ വിശ്വാസം അർപ്പിച്ചൊക്കെയാണ്. അപ്പോൾ ഇന്നലെ ചെറിയൊരു സന്തോഷത്തിന്റെ ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. എന്തായാലും ഇതോടുകൂടി ഈ പൊങ്കാല കഴിഞ്ഞ് ഞങ്ങളെ ഈ സമരപന്തലിൽ ഇരുത്തൂല എന്നാണ് പ്രതീക്ഷ. നല്ലൊരു ശുഭപ്രതീക്ഷയോടുകൂടി ഞങ്ങളെ ഇവിടുന്ന് വിടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ്. എന്താണ് സർക്കാർ കനിഞ്ഞില്ലെങ്കിലും അമ്മയാണെങ്കിലും ആറ്റുകാല അമ്മയാണെങ്കിലും ഞങ്ങളെ കനിയുമെന്നുള്ള ആശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പൊങ്കാല അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. ഒരുപാട് വിഷമത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ പൊങ്കാല സമർപ്പിക്കുന്നത്. ഒരുപാട് വിഷമമുണ്ട്, ഒരുപാട് ദുരിതങ്ങളും ഉണ്ട്. അപ്പോൾ അമ്മയാണെങ്കിലും ഞങ്ങളെ കനിയുമെന്നുള്ള ആശ്വാസത്തോടു കൂടി ഞങ്ങൾ ഈ പൊങ്കാല അമ്മയ്ക്ക് സമർപ്പിക്കണം. സമരത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ കൂടി ഒരു പൊങ്കാല ഇടാൻ കിട്ടുന്ന അവസരം അത് ഭാഗ്യമായി കൂടി കാണുന്നുണ്ട്. അതെ, അത് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ പൊങ്കാല അമ്മയ്ക്ക് സമർപ്പിക്കുന്നു.
ഇനി അമ്മയേ ഉള്ളൂ ഞങ്ങളെ കനിയാനെ കൊണ്ട്. സർക്കാരെന്ന് തീരുമാനം എടുത്തില്ലെങ്കിലും ഇനി അമ്മയുടെ മുന്നിലാണ് ഞങ്ങളുടെ സങ്കടം. അമ്മ ഞങ്ങളുടെ ഒരു ദയ കാണിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഇനി ഇത്രയും ഇവിടെ വന്നൊരു പൊങ്കാല ഇടാൻ ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യം, അത് ഞങ്ങൾ അമ്മയ്ക്ക് അതിന് നന്ദി പറയുന്നു. തീർച്ചയായും പൊങ്കാലയ്ക്ക് ശേഷം നല്ല വാർത്തകൾ ഉണ്ടാകട്ടെ. എന്തായാലും അവരുടെ പ്രതീക്ഷ അങ്ങനെയാണ്. ഇതോടൊപ്പമാണ് ഇനി യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിന്റെ സമരപ്പന്തലിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സമര പൊങ്കാല നടക്കുന്നുണ്ട്. കാസർഗോഡ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ആണ് അവർ പൊങ്കാല ഇടുന്നത്. കൂടാതെ മറ്റു ചില സംഘടനകളും ഇത്തരത്തിൽ പ്രതിഷേധ പൊങ്കാലകളും ഇടുന്നുണ്ട്. ഇത്തരത്തിൽ പ്രതിഷേധങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്ന സെക്രട്ടേറിയറ്റ് ഇന്ന് ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണെങ്കിൽ പോലും പ്രതിഷേധ പൊങ്കാലകൾ കൂടി ഇത്തരത്തിൽ ഇട്ട് അവരുടെ പ്രതിഷേധങ്ങൾ കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ഇതോടൊപ്പം ശക്തമായ സുരക്ഷ ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ 3700 പോലീസുകാരെയാണ് ഈ സെക്രട്ടേറിയറ്റ് ആറ്റുകാൽ പരിസരത്തും ഈ പൊങ്കാലയിടുന്ന ഭാഗങ്ങളിൽ മാത്രമായി വിന്യസിച്ചിരിക്കുന്നത്. ഇതിൽ 1600ഓളം വനിതാ പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗതാഗതത്തിൽ പ്രത്യേകം ഈ ആറ്റുകാൽ പരിസരത്ത് നിന്നടക്കം എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പെട്ടെന്ന് ആശുപത്രിയിലേക്കോ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അതിന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഒരു റോഡ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പമാണ് നേരത്തെ വിനീത അടക്കം പറഞ്ഞതുപോലെ ഗ്രീൻ പ്രോട്ടോകോൾ വളരെ വലിയ ഒരു ആഹ്വാനമായി കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ് ഗ്രീൻ പ്രോട്ടോകോൾ. ഇത്തവണയും അതൊരു വലിയ ആഹ്വാനമായി തന്നെ കോർപ്പറേഷനും ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റും എല്ലാം അത് ആ ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഒരുപക്ഷെ വലിയ രീതിയിൽ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധ ഇടം ഇപ്പോൾ പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പുറത്താക്കപ്പെട്ട എംപാനൽ കണ്ടക്ടർമാർ അടക്കമുള്ളവർ പൊങ്കാലയിടാനായി എത്തിയിട്ടുണ്ട്. ഇനി സർക്കാർ കനിഞ്ഞില്ലെങ്കിൽ കൂടി ആറ്റുകാലമ്മ കനിയുമെന്ന പ്രതീക്ഷയിൽ അവർ പൊങ്കാലയിടാൻ എത്തിയിരിക്കുന്നു. എന്തായാലും 10:15 പണ്ടാര അടുപ്പിൽ തീ പകരുന്നു. തുടർന്ന് ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് തുടക്കമാകുന്നു. 2:15 നിവേദ്യം. വിശദാംശങ്ങളാണ് ഉമേഷും ധന്യയും വിനീതയും ആതിരയും നൽകിക്കൊണ്ടിരിക്കുന്നത്.